ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംപൂജ്യരായ ഗുരുജനങ്ങളെ, വിധികർത്താക്കളെ, മാതാപിതാക്കളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിൻ്റെ സ്നേഹവന്ദനം. എനിക്കിന്ന് നിങ്ങളുമായി അല്പസമയത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വിഷയം പ്രതിസന്ധികളെ അതിജീവിച്ച മലങ്കരയുടെ വലിയ ബാവ എന്നതാണ്. അപൂർവം ചില വ്യക്തിത്വങ്ങളുടെ ജന്മത്തിന് മുൻകുറിയായി നഭസിൽ ഉദിച്ചു പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രതുല്യനായി ഉദയം ചെയ്ത ആ തേജോഗോളത്തിന്റെ ഉദയാസ്തമന ഇടവേളകളിലെ സംഭവ വികാസങ്ങൾ വർണ്ണനാതീതമാണ്. ആഞ്ഞടിച്ച തിരമാലകളെ കീറിമുറിച്ച് സഭയാകുന്ന തിരുനൗകയെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം പ്രയാണം ചെയ്യിച്ച ആ പരിശുദ്ധ പിതാവിൻ്റെ ധന്യജീവിതം മലങ്കര സഭയുടെ മക്കൾ ഇന്നും ആസ്വദിക്കുന്നു. ആ പുണ്യവാന്റെ ജീവിതത്തിൽ നിന്നും ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, പൗരസ്ത്യ ഋഷി പാരമ്പര്യത്തെ ജൈവപരമായി ഉൾക്കൊണ്ട പിതാവ്. പൗരസ്ത്യ ഋഷിമാരുടെ പ്രാർത്ഥനാ ജീവിതവും ഉപവാസനിഷ്ഠയും അണുവിട തെറ്റിക്കാതെ ഹൃദയാന്തർഭാഗത്തോട് ചേർത്ത് നിർത്തിയ ആ പരിശുദ്ധ പിതാവ് സുറിയാനിയിൽ അവഗാഹം നേടിയിട്ടുള്ള ഒരു മൽപ്പാൻ കൂടിയായിരുന്നു. രണ്ടാമതായി, സമചിത്തതയോടെ സത്യത്തെ ഉപാസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്ത പിതാവ്. സത്യത്തെ ഉപാസിക്കുകയും സത്യശീലത്തെ അനുവാദകം ചെയ്യുകയും ചെയ്ത പിതാവ് കാതോലിക്ക സ്ഥാനലബ്ധി മുതൽ 1958 സെപ്റ്റംബർ മാസം 12-ാം തീയതി സുപ്രീം കോടതി വിധി ശ്രവിച്ചപ്പോഴും അതിന് മുൻപും പിൻപുമെല്ലാം ആ പരിശുദ്ധ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട് നാവിൽ കൂടി ഉതിർന്നു വീണത് സത്യത്തിൻ്റെ പ്രവാചക ശബ്ദമായിരുന്നു. താൻ മുറുകെ പിടിക്കുന്ന സത്യങ്ങളും താൻ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളും ആരുടെ മുൻപിലും തുറന്നു പറയുവാൻ ആ പിതാവ് മടി കാണിച്ചിരുന്നില്ല. മൂന്നാമതായി, മലങ്കര സഭയുടെ അതിർത്തികളെ വിസ്തൃതമാക്കിയ പിതാവ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാങ്കരയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന് പരിശുദ്ധ ബാവാ തിരുമേനിയുടെ ശ്രമങ്ങൾ വളരെ വലുതായിരുന്നു. ഇതര സഭാംഗങ്ങളുമായുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതിന് തിരുമേനിയുടെ വ്യക്തിപ്രഭാവം കാരണമായി തീർന്നു. മറ്റ് സഭാംഗങ്ങളുമായി മാത്രമല്ല, ബഹുമാന്യനായ ശ്രീ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മറ്റു സാമുദായിക നേതാക്കളോടൊപ്പവും പരിശുദ്ധ തിരുമേനിക്ക് ബന്ധമുണ്ടായിരുന്നു. നാലാമതായി, 20-ാം നൂറ്റാണ്ടിന്റെ മലങ്കര സഭാചരിത്രത്തിന് പുതിയ ചാലുവെട്ടിയ പിതാവ്. ഓർത്തഡോക്സ് സഭയുടെ പൊതുപാരമ്പര്യത്തിലുള്ള പരിശുദ്ധ കാതോലിക്ക സ്ഥാനവും മലങ്കര സഭയുടെ പരമാധികാരത്തിന്റെ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും സ്വകാലത്ത് അനിർവചനീയമായ ശോഭയോടെ ശ്രേഷ്ഠനാക്കിയ പരിശുദ്ധ പിതാവ്. ഭക്തിയുടെ തീക്ഷ്ണതയും ബന്ധങ്ങളുടെ ഊഷ്മളതയും ജീവിതത്തിന്റെ ലാളിത്യവും കൊണ്ട് ശ്രദ്ധ നേടി. പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെയും ശിഷ്യത്വം ലഭിച്ച ആ പിതാവ് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പവും അതിനുശേഷവും തനിക്ക് ലഭിച്ച ദൈവിക നിയോഗത്തെ വളരെ അർത്ഥവത്തായി പരിപോഷിപ്പിച്ചു. കേരളത്തിന്റെ മധ്യദേശത്ത് അക്ഷരനഗരിയുടെ ഉത്തുംഗ സ്ഥാനത്ത് മലയാളക്കരയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഒരു ആസ്ഥാനമുണ്ടായത് ആ ക്രാന്തദർശിയുടെ ദർശനമാണ്. മലങ്കരയുടെ മക്കൾ ഒരിക്കലെങ്കിലും കാതോലിക്കേറ്റിന്റെ ആവേശം മനസ്സിലേറ്റി മലങ്കരയിൽ ഒത്തുകൂടണമെന്ന ആത്മീയ ദർശനത്തിന്റെ ഫലമാണ് കാതോലിക്ക ദിനാഘോഷത്തിന്റെ തുടക്കം. ആത്മീയത കേവലം ഉപരിപ്ലവമാകുന്ന ഇക്കാലത്ത്, ആരാധന കേവലം ശബ്ദ കേന്ദ്രീകൃതമാകുന്ന ഇക്കാലത്ത്, അനുഷ്ഠാനങ്ങൾ കേവലം ബാഹ്യ ആഘോഷങ്ങളാകുന്ന ഇക്കാലത്ത് നമുക്ക് പഠിക്കുവാൻ ഒരു ബാവാ തിരുമേനിയുണ്ട്. നമുക്ക് നോക്കിക്കാണുവാൻ ജീവിതവും ദർശനവും നമുക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമേനിയുണ്ട്. ആ ജീവിതത്തിൽ നിന്നും ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഓരോ മക്കൾക്കും സാധിക്കണം. യുവാക്കൾക്കും കുട്ടികൾക്കും വൈദികർക്കും അവൈദികർക്കും എല്ലാം ഒത്തുചേരുന്ന സഭാവേദികളിൽ സൂക്ഷ്മ ദർശനം നടത്തുവാനായി ബാക്കി പത്രമാക്കിയ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതായിക്കൊള്ളട്ടെ. ആ വെളിച്ചത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവമേലും ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.